الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا يا رب العالمين. ഇന്ന് സൂറത്തു യൂസുഫിലെ 43 മുതൽ 46 വരെയുള്ള 4 ആയത്തുകളാണ് നമ്മൾ ഓതി നിർത്തിയത്. അപ്പോൾ അതിൽ 43-ാമത്തെ ആയത്തിൽ സിമാനിൻ എന്ന് പറയുന്ന ഒരു പദം വന്നു. തടിച്ചു കൊയ്ത്തത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആ പദം കണ്ടപ്പോൾ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഓർമ്മയിൽ വന്നു. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു, അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി 3 ഖലീഫാത്തിൻ ഇളാമിൻ സിമാൻ. സിമാൻ എന്ന് പറയുന്ന പദം ആ ഹദീസിൽ വന്നു. തടിച്ചു കൊയ്ത്ത 3 ഒട്ടകങ്ങളെയും കൂട്ടി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഒട്ടകം ചില്ലറ ജീവിയല്ല, നല്ല പൈസയുള്ള, നല്ല വരുമാനം കിട്ടുന്ന, നല്ല ഉപകാരം കിട്ടുന്ന, ചുമക്കാൻ പറ്റും, പാല് കിട്ടും, ഇറച്ചിക്ക് ഉപയോഗിക്കാം, നല്ല പൈസയുള്ള നല്ല ജീവിയാണല്ലോ. അപ്പം അന്ന് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതായി കരുതിയത് ഇത്തരത്തിലുള്ള തടിച്ചു കൊയ്ത്ത നല്ല ഒട്ടകങ്ങളെയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രീമിയം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ എണ്ണുന്നത് പോലെ, അല്ലെങ്കിൽ ഡയമണ്ട്സിനെയും ഗോൾഡിനെയും ഒക്കെ എണ്ണുന്നത് പോലെ അവരെണ്ണിയതാണ് ഈ ഒട്ടകങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഒരു 3 തടിച്ച കൊയ്ത്ത ഒട്ടകത്തെയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ, ഞങ്ങളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു 3 തടിച്ചു കൊയ്ത്ത ഒട്ടകത്തെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു, ഫസലാസു ആയാത്തിൻ യഖറഉ ബിഹിന്ന അഹദുക്കും ഫി സ്വലാത്തിഹി ഖൈറുൽ ലഹു മിൻ 3 ഖലിഫാത്തിൻ ഇളാമിൻ സിമാൻ. നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ 3 ആയത്തുകൾ പാരായണം ചെയ്ത് നമസ്കരിക്കൽ 3 തടിച്ചു കൊയ്ത്ത ഒട്ടകം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ്. 3 തടിച്ചു കൊയ്ത്ത ഒട്ടകം കിട്ടുന്നതിനേക്കാൾ പുണ്യകരമാണ്, മഹത്തരമാണ്, ഏറ്റവും വലുതാണ് നമസ്കാരത്തിൽ 3 ആയത്തുകൾ ഓതി നമസ്കരിക്കൽ. അതേത് ആയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെസിഫൈ ആയിട്ട് പറയുന്നൊന്നുമില്ല. അതേത് ആയത്തും പെടാം. അത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് എന്നുള്ള 3 ആയത്ത് ഓതിയാലും തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കും. അപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ ഓർത്തുപോയത്, നമ്മളെ വിശദീകരിക്കാനുള്ള സമയം കുറവായതുകൊണ്ട് 3-4 ആയത്തുകൾ മാത്രമേ നമ്മൾ ഒരു ദിവസം എടുക്കാറുള്ളൂ. 10 ആയത്തുകളൊന്നും പഴയതുപോലെ എടുക്കാറില്ല, 3-4 ആയത്തുകൾ. പക്ഷെ 3 ആയത്തുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും, 3 ആയത്തുകളാണ് നമ്മുടെ ഈ ഖുർആൻ്റെ ക്ലാസ്സിൽ നമ്മൾ പങ്കുവെക്കുന്നതെങ്കിലും അത് 3 തടിച്ചു മുയ്ത്ത ഒട്ടകങ്ങൾക്ക് സമാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ഈ ഖുർആനിൻ്റെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ഖൈർ ബറക്കത്തുകൾ കൊണ്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ആഫിയത്തിലും എല്ലാം ഖൈർ ബറക്കത്തുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷിയാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂസുഫിലെ 42-ാമത്തെ ആയത്തിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്, യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന തടവ് പുള്ളികൾക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ചെറുപ്പക്കാരനോട്, നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു കടന്നാൽ എന്നെ ഓർക്കണം, രാജാവിനോട് എൻ്റെ കാര്യം പറയണം, അങ്ങനെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കണം എന്ന് വസിയത്ത് ചെയ്തു. പക്ഷേ ആ ജയിലിൽ നിന്ന് പുറത്തു കടന്ന രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആള് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറന്നുപോയി. വീണ്ടും തന്നു യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ തന്നെ കഴിയേണ്ടി വരികയാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു അദ്ദേഹം 7 വർഷത്തോളം കാലം ജയിലിൽ കിടന്നു.
ചിലർ 10-ലധികം വർഷത്തോളം കാലം ജയിലിൽ കിടന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ചെയ്ത കുറ്റത്തിൻ്റെ പേരിലല്ല, നിരപരാധിയായിക്കൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്. അതെത്രത്തോളം വിഷമമുണ്ടാവും. ഒരാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ മാനസിക വിഷമമുണ്ടാവും. ഇത് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരിക എത്രമാത്രം മാനസിക വിഷമമുണ്ടാകുന്ന സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ പോലും ക്ഷമയോടുകൂടി യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ തുടരുകയാണ്. ഇനി 43-ാമത്തെ ആയത്ത് മുതൽ ആരംഭിക്കുന്നത് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ കാരണമായ സംഭവ വികാസങ്ങളാണ്. എന്താണത്? വഖാലൽ മലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, രാജാവ് പറഞ്ഞു. ഈ കള്ളൊഴിച്ചു കൊടുക്കുന്ന അന്നത്തെ മലിക്കു മിസ്ർ, ഈജിപ്തിലെ ഭരണാധികാരി, ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളൊന്നാണിത്. ഖുർആൻ അമാനുഷികമാണ്, ഇത് മനുഷ്യനിൽ നിന്നുള്ളതല്ല. കാരണം പലപ്പോഴും ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഈജിപ്തിലെ ഭരണാധികാരികളെ കുറിച്ച് പറയാറുണ്ട്. ഫറായിന, ഫിർഔൻ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ പേര് പറയാറുള്ളത്. അത് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഭരണാധികാരികളാണ്. അതേസമയം തന്നെ മൂസ അലൈഹിസ്സലാമിനും വളരെ മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഈജിപ്ത് ഭരിച്ചത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ജബ്ബാറും മിൻ ജബാബിറത്തിൽ അർള്, ഭൂമിയുടെ സ്വച്ഛാധിപതികളിൽ ഒരു സ്വച്ഛാധിപതി എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഭരണാധികാരിയെ പറ്റി പറഞ്ഞത്. പക്ഷേ സൂറത്തുൽ യൂസുഫിൽ പറഞ്ഞത് മലിക്, രാജാവ് എന്നാണ്. ഫിർഔൻ എന്നുള്ള പദം ഉപയോഗിച്ചില്ല. അത് കൃത്യമായിട്ടും ചരിത്രപരമായിട്ട് സ്പഷ്ടമാണ്, കൃത്യമാണ്. കാരണം യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നത് കർഷക വംശജരിൽപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു. ഈസാ അലൈഹിസ്സലാമിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ്, BC 1900-ൻ്റെയും 1525-ൻ്റെയും ഇടയിൽ ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നത് ഹക്സൂസ് ഭരണാധികാരികൾ എന്ന് പറയുന്ന ഭരണാധികാരികളായിരുന്നു. അവരിൽ തന്നെ പെട്ട റയ്യാൻ ഒരു വലീദ് എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു അന്ന് അവിടെ ഭരണം നടത്തിയിരുന്നത്. അയാൾ ഫറായിന വംശപരമ്പരയിൽപ്പെട്ട ആളല്ല, അദ്ദേഹം കോപ്റ്റിക് ഫറായിനകളിൽപ്പെട്ടല്ല, അദ്ദേഹം കർഷക വംശത്തിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അടിമ വംശജർ ചില രാഷ്ട്രങ്ങളൊക്കെ ഭരിച്ചത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. മംലൂക്കുകൾ ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ അടിമ വംശജർ ഭരിച്ചിട്ടുണ്ട്. അതുപോലെ കർഷക വംശത്തിൽ നിന്ന് ഉയർന്നു വന്ന ഭരണാധികാരിയായവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നീതിമാനായിരുന്നു, സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ സമയത്ത് ഫറായിന, ഫിർഔൻ എന്നുള്ള പദം ഉപയോഗിക്കാതെ മലിക് എന്നുള്ള പദം കൃത്യമായി ഉപയോഗിച്ചത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നുള്ള തെളിവാണ്. എന്താണ് രാജാവ് പറയുന്നത്? ഇന്നി അറ, തീർച്ചയായും ഞാൻ കാണുന്നു, സബഅ ബഖറാത്തിൻ, 7 ഒട്ടകങ്ങളെ, സിമാനി, തടിച്ച ഒട്ടകങ്ങളല്ല, പശുക്കൾ, യഅ്കുലുഹുന്ന, ആ 7 തടിച്ച പശുക്കളെ തിന്നുന്നു, സബ്ഉൻ അജാഫ്, മെലിഞ്ഞ 7 വേറെ പശുക്കൾ, വസബഅ സുംബുലാത്ത്, 7 കതിർമണികൾ, ഖുളറിൻ, പച്ച, വ ഉഖറ യാബിസാത്ത്, 7 ഉണങ്ങിയ കതിർമണികളും. രാജാവ് തൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യമാണിത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിയാൻ വേണ്ടി തൻ്റെ രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാരോട്, കവികളോട്, സ്വപ്നവ്യാഖ്യാതാക്കളോട്, മന്ത്രിമാരോടൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. അത് അത്രത്തോളം ഗൗരവത്തോടുകൂടി അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം പറഞ്ഞത് ഇന്നി അറ എന്നാണ്, ഞാൻ കാണുന്നു എന്നാണ്. കണ്ടു എന്നാണ് പറയേണ്ടതെങ്കിൽ റഅയ്തു എന്നാണ് അറബിയിൽ പറയേണ്ടത്. പക്ഷെ രാജാവ് പറഞ്ഞത് ഇന്നി അറ. അങ്ങനെ പ്രസന്റ് ടെൻസിൽ ഈ ഫീല്, ഈ വെർബ് പറയുന്നതിൻ്റെ പിറകിലെ കാരണം അദ്ദേഹം കണ്ടിന്യൂ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാ രാത്രിയിലും ഒരേ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സംശയം തോന്നൂലേ? ആരെങ്കിലും അവരോട് പോയി ചോദിക്കില്ല, എന്താണ് ഞാൻ ഇങ്ങനെ ദിവസവും കാണുന്നുണ്ട്, ഇടക്കിടയ്ക്ക് കാണുന്നുണ്ട്, എന്താ ഇതിൻ്റെ ആശയം എന്ന് ചോദിക്കില്ലേ? അതുകൊണ്ടാണ്, സ്ഥിരമായി കണ്ടിന്യൂ ആയിട്ട് കണ്ടതുകൊണ്ടാണ് രാജാവിന് സംശയമുണ്ടായതും രാജാവ് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തത്. ഇതിൽ ബക്കറാത്ത് എന്ന് പറഞ്ഞാൽ പശുവാണ്. ബക്കർ എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ബക്കറാത്ത്. സിമാനി എന്ന് വെച്ചാൽ തടിച്ചാണ്, തടിച്ചത്. ഞാൻ നേരത്തെ സിമാനിൻ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് പരാമർശിച്ചല്ലോ. അത് സാന്ദർഭികമായിട്ട് തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊരു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വളരെ മനോഹരമായിട്ടൊരു ഹദീസുണ്ട്. അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബി. ആ സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിൻ്റെ സമ്പത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥനാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് ഉദ്യോഗസ്ഥന്മാരാണ് കളക്ട് ചെയ്യുക. അത് കൊണ്ടുവരും, അത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരോ അങ്ങനെ ബൈത്തുൽ സക്കാത്ത് പരിപാടിയൊന്നും ഇല്ലല്ലോ, പരിപാടിയൊന്നും പാടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മദീനത്തു നിന്ന് വളരെ വിദൂരത്തിലുള്ള തബൂക്കിൻ്റെ ഭാഗത്ത് ബലിയ എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിൽ പോയി അവിടെ ഉള്ളൊരു മനുഷ്യൻ്റെ അടുക്കൽ പോയിട്ട് അയാളുടെ അടുക്കലുള്ള ഒട്ടകത്തിൻ്റെ ഒക്കെ കണക്കെടുത്തു. ഒട്ടകത്തെ കണക്കെടുത്ത സമയത്ത് അയാളുടെ അടുക്കൽ 30 ഒട്ടകമുണ്ട്. അപ്പം 30 ഒട്ടകമുണ്ടെങ്കിൽ അതിന് സക്കാത്തായി കൊടുക്കേണ്ടത് 1 വയസ്സ് പൂർത്തിയായിട്ടുള്ള പെണ്ണൊട്ടകത്തെയാണ്. ബിന്ത് മഹാൽ എന്നാണ് അറബിയിൽ അതിന് പറയുക. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെണ്ണൊട്ടകം. കന്നുകാലികളിൽ സക്കാത്തുണ്ട് കേട്ടോ. പശു, ഒട്ടകം, ആട്, അതിലൊക്കെ സക്കാത്തുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ അത്ര വ്യാപകമായ രീതിയിൽ നമുക്കൊന്നും കന്നുകാലികൾ ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ സക്കാത്ത് കൊടുക്കാണ്ടതില്ലാതെ വരുന്നത്. അപ്പം 1 വയസ്സുള്ള പെണ്ണൊട്ടകം വേണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ ഈ ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന സഹാബിയോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഈ 1 വയസ്സ് മാത്രമുള്ള ഈ പെണ്ണൊട്ടകത്തെ എടുക്കുന്നത്? മാ ലബനും ഫീഹി വലാ ലഹർ. 1 വയസ്സുള്ള ഈ ഒട്ടകത്തിൽ പാലുണ്ടാവില്ല. 3 വയസ്സെങ്കിലും വാങ്ങണം ഒട്ടകത്തിൽ പാലുണ്ടാവണേ. എന്ന് മാത്രമല്ല 1 വയസ്സുള്ള ഒട്ടകത്തിൽ സാധാരണഗതിയിൽ സഞ്ചരിക്കാറില്ല, യാത്ര ചെയ്യാറില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഹാദിഹി നാക്കത്തുൻ ഫത്തിയത്തുൻ അദീമത്തുൻ സമീനത്തുൻ ഫഖുദ. ഇതാ എൻ്റെ കയ്യിൽ നല്ല തടിച്ചു കൊയ്ത്ത മുഴുത്ത നല്ലൊരു നാക്കത്തുണ്ട്. നാക്കത്ത് എന്ന് ഇറക്കണം 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല ഒട്ടകം, പാലൊക്കെ തരുന്ന സഞ്ചരിക്കാൻ യോഗ്യമായിട്ടുള്ള ഒട്ടകമുണ്ട്, അതിനെടുത്തോ. സക്കാത്തിൻ്റെ സമ്പത്ത് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നല്ലതിനെ കൊടുക്കാൻ ഈ സഹാബി ശ്രമിക്കുകയാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, എനിക്കതിന് സമ്മതമില്ല. എന്നെ ഉദ്യോഗസ്ഥനായി നിയമിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് 30 ഒട്ടകത്തിന് 1 വയസ്സുള്ള ചെറിയ പെണ്ണൊട്ടകത്തെ വാങ്ങിയാൽ മതി, അല്ലാതെ നല്ല പാലൊക്കെ തരുന്ന നല്ല ഉഷാറായിട്ടുള്ള തടിച്ചു പോയിട്ട് ഒട്ടകത്തെ ആവശ്യമില്ല. ഇയാൾ നിർബന്ധം പിടിക്കാൻ തുടങ്ങി, ഇതെന്നെ എടുക്കണം. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോവാം, നബി തങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ തബൂക്ക് മദീനത്ത് നിന്ന് വളരെ വിദൂരത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇയാൾ ഈ നാക്കത്തിനെയും കൂട്ടിയിട്ട് നബി തങ്ങളെ പള്ളിയിലേക്ക് വന്നു, മസ്ജിദ് നബവിയിലുള്ള. ഞാൻ തരൂല എന്ന് പറയാനല്ല, ഇത് വേണ്ട അതെന്നെ എടുത്തോ, നല്ല ഉഷാറുള്ളതിനെടുത്തോ എന്ന് പറയാൻ വേണ്ടി ഈ സഹാബി വന്നത്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ളത് 1 വയസ്സുള്ള പെണ്ണോട്ടകത്തെ നൽകലാണ്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, 1 വയസ്സുള്ള പെണ്ണോട്ടകത്തിൽ പാലും ഉണ്ടാവില്ല, സഞ്ചരിക്കാൻ യോഗ്യമല്ല. ആദിഹി ഫത്തിയത്തുൻ അലീമത്തുൻ സമീനത്തുൻ. ഇതാ തടിച്ച് മുഴുത്ത് കൊടുത്ത നല്ല ഒട്ടകണ്ട്, ഇതിനെടുത്തോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമായത് 1 വയസ്സുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നല്ല മുഴുത്ത് തടിച്ചു കൊയ്ത്ത ഒട്ടകത്തെ നൽകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെല്ലാം ബർക്കത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഹദീസ് പറഞ്ഞ സാഹചര്യം സിമാൻ എന്ന് പറയുന്ന പദം കടന്നു വന്നത് കൊണ്ട് മാത്രമല്ല. സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന പിശുക്ക്, നമ്മൾ കൊടുക്കാതിരിക്കുന്ന നമ്മുടെ മടി, അവിടെയാണ് സഹാബികളുടെ ഈ മഹത്തായ സ്വഭാവത്തെ നമ്മൾ കാണേണ്ടത്. അയാൾക്ക് കൊടുക്കേണ്ടത് 1 വയസ്സുള്ള ചെറിയ ഒട്ടകത്തെ, അയാൾ കൊടുക്കുന്ന നല്ല ഉഷാറായിട്ടുള്ള മൊയ്ത്ത് കൊടുത്ത ഒട്ടകത്തെ. അതിൻ്റെ പേരിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഇനിയാണ് സംഭവം. ഈ ഹദീസ് ഉദ്ധരിച്ച ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ വിവരിച്ച ഹദീസ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം 30 വർഷക്കാലം ഖിലാഫത്തുർ റാഷിദയുടെ ഭരണം നടന്നു. 30 വർഷത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇതേ മനുഷ്യൻ്റെ, ബലീ ഗോത്രത്തിലെ ഇതേ മനുഷ്യൻ്റെ സക്കാത്തിൻ്റെ സമ്പത്ത് കളക്ട് ചെയ്യാൻ പോയപ്പോൾ അയാളെ കയ്യിലുണ്ടായിരുന്നത് 1500 ഒട്ടകമാണ്. സുബ്ഹാനല്ലാഹ്, 1500 ഒട്ടകം. 30 ഒട്ടകം ഉണ്ടായിരുന്ന അയാളുടെ കയ്യിലുണ്ടായിരുന്ന 1500 ഒട്ടകം. 1500 ഒട്ടകത്തിന് അയാൾക്ക് നിർബന്ധമായിട്ട് അയാൾ അന്ന് സക്കാത്ത് കൊടുത്തത് 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെണ്ണൊട്ടകത്തെയും 1 കൂറ്റൻ ആണൊട്ടകത്തെയാണ് അയാൾ കൊടുത്തത്. മീൻസ്
30 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ കയ്യിൽ എത്ര ഒട്ടകം ഉണ്ടായിരുന്നോ ആ ഒട്ടകമാണ് 30 വർഷത്തിന് ശേഷം മുമ്പ് സക്കാത്തായി കൊടുക്കുന്നത്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഇരട്ടിയിലായി. 30 എത്രയായി മാറി? 1500 മാറി. 10 ഇരട്ടിയൊന്നുമില്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ആ ഒരൊറ്റ ബറക്കത്ത് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ സക്കാത്ത് കൊടുക്കാനുള്ള താല്പര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആണ്. അപ്പം നമ്മൾ ഇത്തരം കൊടുക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കേണ്ടതില്ല, മടി കാണിക്കേണ്ടതില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് ബർക്കത്ത് നൽകും. അള്ളാഹു ആ രീതിയിൽ നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും ബർക്കത്തുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. സബഉൻ ഇജാഫ്, 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ തിന്നുന്നു. സാധാരണഗതിയിൽ തിരിച്ചല്ല വേണ്ടത്, തടിച്ച പശുക്കൾ മെലിഞ്ഞ പശുക്കളല്ല തിന്നുന്നത്. പക്ഷേ ഈ രാജാവ് കാണുന്നത് മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ തിന്നുന്നു. ഇവിടെ ഇജാഫ് എന്നുള്ള പദം മെലിഞ്ഞത് എന്നർത്ഥം. അജ്ഫ എന്നുള്ള പദത്തിൻ്റെ പ്ലൂറലാണ് ഇജാഫ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയത്. ഈ സാഹചര്യത്തിൽ പറയേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് ഉണ്ട്. വിധങ്ങൾ എത്രത്തോളം കരുണയുള്ള ആളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃക. സവാദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 10 ഒട്ടകങ്ങളെ കൊടുത്തു, പോറ്റാൻ വേണ്ടി, വളർത്താൻ വേണ്ടി, ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ പോകാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി ഉപദേശിക്കുകയാണ്. فأمر لي بذوء ثم قال إذا رجعت إلى بيتك فمرهم ليحسنوا إلى غذاء ربائهم. നിങ്ങൾ ഈ 10 ഒട്ടകത്തെയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള പെൺമക്കളോട്, നിങ്ങളുടെ മക്കളോട് ഇതിലെ പ്രായം കുറഞ്ഞ ഒട്ടകത്തിന് നന്നായി ഭക്ഷണം കഴിപ്പിക്കാൻ പറയണം. അപ്പം കുഞ്ഞൊട്ടകങ്ങളും ഉമ്മയായിട്ടുള്ള ഒട്ടകം ഉണ്ടാവുമല്ലോ. അപ്പം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. പരമാവധി പാല് നിങ്ങൾ ഊറ്റിയെടുക്കരുത്. ആദ്യം കുട്ടികൾക്ക് പാല് കൊടുക്കണം, അവർക്ക് കുടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ പാല് കറന്നു. അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഹത്താല തുദ്രിക്കഹ സനത്തുൻ വയ്യ ഇജാഫുൻ. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ക്ഷാമമങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങൾ മെലിഞ്ഞുണങ്ങിപ്പോകും. അപ്പോൾ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ ഇജാഫ് എന്നുള്ള പദം വന്നതുകൊണ്ട് സാന്ദർഭികമായിട്ട് ആ ഹദീസ് പറഞ്ഞാണ്. എന്ന് മാത്രമല്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് വീണ്ടും കൽപ്പിക്കുകയാണ്, വമുർഹും ഫൽയുകല്ലിമു അൽഫാറഹും. സവാദ, നിന്റെ മക്കളോട്, നിന്റെ പെൺമക്കളോട് നന്നായി നഖം വെട്ടാൻ പറയണം. എന്തിനാ അത്? വലാ യഅബിതു ബിഹാ ദുറൂഅ മവാശിഹിം ഇദാ ഹലബു. ആ പെൺകുട്ടികളെങ്ങാനും നഖത്തോടുകൂടി ഈ ഒട്ടകത്തിൻ്റെ പാല് കറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകിടിൽ വേദന ഉണ്ടാകും, അതിൻ്റെ അകിടിൽ മുറിവ് വരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവികളോട് പോലുള്ള സ്നേഹം എത്ര വലുതായിരുന്നു. ഇജാഫ് എന്നുള്ള പദം വന്നുകൊണ്ട് തന്നെ വസബ സുബ്ബുലാത്ത്. ആ രാജാവ് വേറെ കാണുന്നത് 7 കതിർമണികൾ, ഹുദറിൻ പച്ച, ഉഖറ യാബിസാത്ത് 7 ഉണങ്ങിയ കതിർമണികൾ. സുംബുലത്ത് എന്ന് പറഞ്ഞാൽ കതിരാണ്. കതിർമണി ഉണ്ടാവല്ലോ, നമ്മുടെ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെ ഒക്കെ കതിരുണ്ടാവില്ല, ഒരു കതിരിനാണ് സുംബുലത്ത് എന്ന് പറയുന്നത്. സുംബുല. ഈ സുംബുലത്ത് എന്നുള്ള പദത്തിൽ തന്നെ മറ്റൊരു പ്രസിദ്ധമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. അബ്ബാദുൻ ശുറഹ്ബീൽ എന്ന് പറയുന്നൊരു സഹാബി, അദ്ദേഹം ഖബരി എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഇതൊക്കെ ഈ പറയുന്ന തബൂക്ക്, മദീനത്തു നിന്ന് വളരെ ദൂരത്തുള്ള ഗോത്രമാണ്. ഈ ഗോത്രത്തിൽ ഒരിക്കൽ ആ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള ക്ഷാമമുണ്ട്. ക്ഷാമം, മഴയില്ല, വെള്ളമില്ല. അപ്പോൾ ഈ ഗോത്രത്തിലെ എല്ലാ ആളുകളും കൂടി മദീനത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹായം തേടിക്കൊണ്ടു വന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഈ അബ്ബാദുൻ ശുറഹ്ബീൽ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം വിശപ്പുണ്ട്, പട്ടിണിയാണ്, വരൾച്ചയാണ്. വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ വരുന്ന വഴിയിൽ ഒരു അൻസാരിയായ സഹാബിയുടെ തോട്ടം കണ്ടു. ഒരു മതിലുണ്ട്. ആ മതിലെടുത്ത് ചാടി ആ തോട്ടത്തിൽ കയറി. ഫറക്തു സുംബുലൻ, അതിൽ നിന്ന് ഒരു കതിരെടുത്തു. ധാന്യത്തിൻ്റെ തോട്ടായിരിക്കാം, അല്ലെ ഈത്തപ്പഴത്തിൻ്റെ തോട്ടായിരിക്കാം. അതിൽ നിന്നൊരു സുംബുലത്ത്, ഒരു കതിരെടുത്തിട്ട് അദ്ദേഹം തിന്നു. വിശപ്പ് കൊണ്ട് തിന്നു. കുറച്ച് കതിർമണികൾ എടുത്ത് വസ്ത്രത്തിൽ ഇങ്ങനെ എടുത്തു, തൻ്റെ കൂടെയുള്ള കുടുംബക്കാർക്കൊക്കെ കഴിക്കാൻ വേണ്ടി. ഈ വസ്ത്രത്തിലെടുത്ത് ഈ തോട്ടത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയത്താണ് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കയറി വരുന്നത്. ഇയാൾ കയറി വന്നതും, ഈ ഉടമസ്ഥൻ അൻസാരിയായ സഹാബിയാണ്.
അദ്ദേഹം ഈ അബ്ബാദുൽ ഷുറഹ്ബീൽ എന്ന് പറഞ്ഞ സഹാബിയെ അതിശക്തമായിട്ട് അടിച്ചു. ഇയാൾ വസ്ത്രത്തിൽ കുറച്ച് കതിരൊക്കെ പിടിച്ചിട്ടല്ലുള്ളത്, ആ വസ്ത്രം പിടിച്ചു വാങ്ങി, കുപ്പായങ്ങ് പിടിച്ചു വാങ്ങി. അപ്പോൾ ഈ സാധുവായ സഹാബി വിശപ്പിൻ്റെ കാരണത്താലാണ് കഴിച്ചു പോയത്. ഇദ്ദേഹം ഓടിപ്പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, സംഭവങ്ങളൊക്കെ പറഞ്ഞു. ലറബനി വ അഖദ സൗബി, ഇയാൾ എന്നെ അടിച്ചു, എൻ്റെ വസ്ത്രം പിടിച്ചു വാങ്ങി. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കയറി അല്പം ധാന്യമണികൾ ഞാൻ കഴിച്ചു പോയതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അൻസാരിയായ സഹാബിയെ വിളിച്ചു വരുത്തി. കാരണം അയാൾക്ക് അവകാശമുണ്ട്, കാരണം അയാളുടെ തോട്ടത്തിൽ കയറി ഇയാൾ അടിച്ചു മാറ്റിയതാണ്, മോശം നടത്തിയതാണ്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അൻസാരിയായ സഹാബിയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, മ അല്ലംതഹു ഇൻകാന ജാഹിലൻ, ഇയാൾ അറിവില്ലാത്തൊരു മനുഷ്യനാണ്. മദീനത്ത് നിന്ന് വളരെ വിദൂരത്തുള്ള തബൂക്ക് എന്ന് പറയുന്ന നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത്രത്തോളം അറിവോ ഇൽമൊന്നും ഉണ്ടാവില്ല. അറിവില്ലാത്ത അയാളെ മദീനത്ത് ജീവിക്കുന്ന അൻസാരിയെ നീ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? വലാ അത്അംതഹു ഇൻകാന സാഗിബൻ ഔ ജായിബൻ, ഇയാൾ വിശപ്പുള്ള ആളാണ്, ഇയാൾക്ക് നിങ്ങൾ തിന്നാൻ കൊടുക്കണ്ടേ? വിശപ്പിൻ്റെ പേരിലും അറിവില്ലാത്തതിൻ്റെ പേരിലുമാണ് ഇയാൾ മോഷ്ടിച്ചത്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമ്മൾ പറയേണ്ട ഒരു പശ്ചാത്തലം, പലപ്പോഴും നമ്മുടെ പരാതിയാണ് നോർത്ത് ഇന്ത്യകളിൽ നിന്നൊക്കെ കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികളെക്കുറിച്ച്. ചിലപ്പോൾ അവർ മോഷണം നടത്തും. മലയാളികളെ നമ്മളെ പൊതുവായ സ്വഭാവം എന്താ, ഇവരെ നമ്മളെല്ലാം കൂടി വട്ടം കൂട്ടിയിട്ട് അടിക്കും പിടിക്കും. അങ്ങനെ കുറേ കേസുകളൊക്കെ നമ്മളടുത്ത് വരികയല്ലേ. ടൗണിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളിയെ മോഷണത്തിന് പിടികൂടി. അങ്ങനെ മലയാളികളെ നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട് അയാളെ അടിക്കും പിടിക്കും, വസ്ത്രമൊക്കെ കുപ്പായൊക്കെ ഊരി കെട്ടിയിടും. നമ്മൾ ചെയ്യുന്ന അതീവ ക്രൂരതയാണ്. രണ്ട് കാരണത്തിൻ്റെ പേരിലാണ്. ഒന്നാമത്തത്, അവർ നമ്മളത്ര അറിവോ വിജ്ഞാനം ഒന്നുമുള്ള ആൾക്കാരല്ല. നന്നായി വിവരം വിദ്യാഭ്യാസം ഉണ്ട്, അവർ വേറെ ജോലിക്ക് പോലെ നമ്മൾ അടിമപ്പണിയെടുക്കാൻ അവരോട് വരേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തത്, അങ്ങനെ അവർ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തിൻ്റെ പേരിലാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാച്ചിമാരെന്നൊക്കെ പറയില്ല, അവർ വന്നിട്ട് എന്തെങ്കിലും പാട്ടേ ബക്കറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടാവും. അതിന് ഭയങ്കര കുലുമാലാക്കും നമ്മൾ. അതിനത്ര വലിയ ഗൗരവം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരില്ലായ്മയുടെ പേരിലാണ് അത് ചെയ്യുന്നത്, ദാരിദ്ര്യത്തിൻ്റെ പേരിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ മോഷ്ടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അയാൾ വെറുതെ വിട്ടു. കാരണം എന്താ, വിശപ്പിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പേരിലാണ് മോഷണം നടത്തിയത്. അപ്പോൾ ഒരാൾ മോഷ്ടിക്കുമ്പോൾ അതെന്തിൻ്റെ പേരിലാണ് നമ്മൾ ആലോചിക്കണം. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെൻറ് ഡോക്ടർ അയാൾ അഴിമതി നടത്തുമ്പോൾ, അയാൾ മോഷണം നടത്തുമ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെ പേരിലല്ല. അങ്ങനെയുള്ള ആളുകളെ വെറുതെ വിടപ്പെടുകയാണ്. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, ഇല്ലായ്മയുടെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ആളുകൾ നമ്മളെ ക്രൂരമായിട്ട് കെട്ടിയിട്ടടിക്കും. കേരളത്തിലാണ് മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അല്പം അരി കട്ടതിൻ്റെ പേരിൽ മലയാളികൾ കൂട്ടിയിട്ട് അടിച്ചു കൊന്നത്. കേരളത്തിൽ കുറച്ച് അരി കട്ടതിന് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരറിവില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർ വിശപ്പുള്ള ആൾക്കാരാണ്, അവർക്ക് വിശപ്പിന് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ സുംബുനത്ത് എന്നുള്ള പദം വന്നുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞതാണ്. അത് രാജാവ് പറയുകയാണ്, യാ അയ്യുഹൽ മലയോ, അല്ലയോ കൊട്ടാരത്തിലുള്ള പ്രധാനികളെ, അഫ്തൂനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ഫി റുഇയ, എൻ്റെ സ്വപ്നത്തെക്കുറിച്ച്, ഇൻ കുന്തും ലി റുഇയ തഅബുറൂൻ, നിങ്ങൾ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവരാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. ഇവിടെ അബറ യാബുറു എന്നുള്ള അറബി പദമാണ് ഉപയോഗിച്ചത്. അബറ യാബുറു എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പാലം മുറിച്ചു കിടക്കുക എന്നാണ്. ഒരു നദിക്ക് കുറുകെയിട്ട് പാലം മുറിച്ചു കിടക്കുക. എന്തുകൊണ്ടാണ് ഈ പദം ഇവിടെ ഉപയോഗിക്കാൻ കാരണം? കാരണം നമ്മളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഇങ്ങേ കരയിലാണ്, നമുക്ക് എന്താണ് അതിൻ്റെ അക്കര എന്നറിയില്ല, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. അപ്പോൾ ഒരു പാലം മുറിച്ച് കിടക്കുന്നത് പോലെ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞാൽ മാത്രമേ അപ്പുറത്തെത്താൻ പറ്റൂ. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വപ്നം കണ്ടു. അദ്ദേഹം വഫാത്താവുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ആ സ്വപ്നം കണ്ടത്. അദ്ദേഹം സഹാബാക്കളെല്ലാം കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് ആ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. എന്താ അദ്ദേഹം കണ്ടത്? ഇന്നി റഅയ്തു കഅന്ന ദീകൻ അഹ്മർ നഖറനി നഖറതൻ ഔ നഖറതൈൻ, ചുവപ്പ് കളറുള്ള ഒരു പൂവൻ കോഴി എന്നെ ഒന്നും രണ്ടും കൊത്തുന്നത് ഞാൻ കണ്ടു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം സഹാബാക്കളോട് ഇത് പറഞ്ഞു, കണ്ട സ്വപ്നം പറഞ്ഞു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞൊരു സഹാബി വനിതയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? ഉമറെ, എന്താ അതിൻ്റെ അർത്ഥം? എന്താ അർത്ഥം? ചുവപ്പ് കളറുള്ള ഒരു പൂവൻ കോഴി ഒന്നും രണ്ടും നിന്നെ കൊത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൊത്തുന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം?
മാഷാ അല്ലാ, ബാറക്കല്ലാ, മാഷാ അല്ലാ. കൊല്ലപ്പെടും. അമുസ്ലിമായ അനറബിയായ ഒരു മനുഷ്യന്റെ കയ്യിലൂടെ നീ കൊല്ലപ്പെടും എന്നുള്ളതിന്റെ വ്യാഖ്യാനായിരുന്നു അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം സുബഹി നമസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോൾ അബൂ ലുഅ്ലുഉൽ മജൂസി എന്ന് പറയുന്ന പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ഖൈർ. അപ്പൊ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയൊക്കെയാണ്? ഖാലു, അപ്പോ ആ രാജകൊട്ടാരത്തിൽ അവർ പറഞ്ഞു, അല്ലാഹു സഹലാം, ഇത് വെറും പേക്കിനാവുകൾ മാത്രമാണ്, ഇത് വലിയ അർത്ഥം എന്നുള്ള കാര്യം എന്നല്ല. കാരണം ഈ ഒട്ടകവും അല്ല ഈ പശുവും ഈ ധാന്യമണിയിലൊക്കെ എന്താ എത്ര വലിയ ഗൗരവമുള്ള കാര്യം എന്നുള്ള രീതിയിൽ ആ രാജകൊട്ടാരത്തിലുള്ള അവർ ഇതിനെ വലിയ ഗൗരവമായിട്ട് കാണിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമുള്ള കാര്യമല്ല. ഇവിടെ അഹ്ലാം എന്നുള്ള പദം ഉപയോഗിച്ചു. അഹ്ലാം എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ. രണ്ട് തരം സ്വപ്നങ്ങളുണ്ട്. ഒന്ന് റുയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, അർ-റുയ സ്വാലിഹ മിനല്ലാഹ്, നല്ല നല്ല റുയത്തുകൾ, റുയത്ത് നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹുൽ നിന്നുള്ളതാണ്. അതേസമയത്ത് വൽ ഹുൽമു മിനശ് ശൈത്താൻ, അർത്ഥമൊന്നുമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മനസ്സിൽ മോശം ചിന്തയുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ചില ആളുകൾക്ക് സ്വപ്നസ്ഖലനം സംഭവിക്കും, അത് റുയത്തല്ല, അത് ഹുൽമാണ്, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ഫൈദാ റഅ അഹദുക്കും മാ യക്റഹ്, നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ വെറുക്കുന്നത് കണ്ടാൽ ഫൽ യംഫസ് അൻ യസാരിഹി സലാസ, 3 തവണ ഇടത്തോട്ട് ഉമിനീരില്ലാതെ തുപ്പണം. വൽ യതഅവദ് ബില്ലാഹി മിൻ ശർരി മാ റഅ മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നും എന്താണോ നമ്മൾ സ്വപ്നത്തിൽ കണ്ട വെറുക്കപ്പെടുന്ന കാര്യം അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ സ്വപ്നത്തിൽ കണ്ടെന്ന് കരുതുക, അത് പേടിക്കുന്ന കാര്യമാണ്, നമ്മൾ വെറുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് തഅവദ് ബില്ലാഹി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ദുആ ചൊല്ലണം. സുമ്മ യൻഖലിബു അലാ ജംബിഹിൽ ആഖർ, എങ്ങനെയാണോ അവൻ കിടക്കുന്നത് ആ കിടക്കുന്ന ഇടത്ത് നിന്ന് മാറിക്കിടക്കണം. ഫൈന്നഹാ ലാ തദുറുഹു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഈ രാജകൊട്ടാരത്തിലെ പ്രധാനികൾ പറയണം, ഒമാ നഹ്നു ബി തഅവീലിൽ അഹ്ലാമി ബി ആലിമി, നിങ്ങൾ കണ്ടിട്ടുള്ള രാജാവ് അങ്ങ് കണ്ടിട്ടുള്ള ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കറിയൂല എന്ന് തുറന്നു പറഞ്ഞു. അത് നല്ലൊരു സ്വഭാവമാണ്. ലാദ്രി എന്ന് പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഥവാ എങ്ങാനും ഈ രാജകൊട്ടാരത്തിലെ മന്ത്രിമാരും പ്രധാനികളും പണ്ഡിതന്മാരും രാജാവിൻ്റെ അടുക്കൽ ഞങ്ങൾ മോശാവൂലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സ്വപ്നത്തിൽ ഇല്ലാത്തൊരർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ഈജിപ്ത് ക്ഷാമത്തിൽ പെടുമായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഈജിപ്തിൽ വരാൻ പോകുന്ന 7 വർഷക്കാലം കടുത്ത ക്ഷാമം വരാൻ പോവുകയാണ് എന്നുള്ള അർത്ഥമാണ് ആ സ്വപ്നത്തിലുള്ളത്. അപ്പോൾ ഈ പ്രധാനികൾ അറിയാത്ത അർത്ഥം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ രാജ്യം കുട്ടിച്ചോറാകുമായിരുന്നില്ലേ? അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അത് നല്ല ഇൽമാണ്. സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, മങ്കാല ലാ അദ്രി ഫഖദ് അഫ്ത. ഒരാളോട് ഫത്വ ചോദിച്ചു, എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ ദീനിയായ ഇൽമ ചോദിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൗരവപ്പെട്ട കാര്യം ചോദിച്ചു, അയാൾക്കറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ശരിയായ മറുപടി പറഞ്ഞതർത്ഥം. എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപകാരം, അയാൾ അറിവുള്ള ഒരാളോട് പോയി ചോദിക്കും. അങ്ങനെ അറിവുള്ള ഒരാളോട് ചോദിച്ച് പഠിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അറിയാത്ത നമ്മൾ തെറ്റായത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അബദ്ധത്തിൽ ചെന്നുപെടും. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഉലമാക്കളുടെ ചരിത്രത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പോലെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പോലെ, ഇവരൊക്കെ കർമ്മശാസ്ത്രത്തിലെയും ഹദീസിലെയും തുല്യതയില്ലാത്ത പണ്ഡിതന്മാരാണ്. അവരെല്ലാവരും അറിയില്ലാത്ത ചോദ്യങ്ങൾക്ക് ലാ അദ്രി എന്ന് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഖാലല്ലദീ നജാ മിൻഹുമാ വദ്ദക്കറ ബഅദ ഉമ്മത്തിൻ, ഈ സാഹചര്യത്തിലാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള രാജാവിന് മദ്യമൊഴിച്ചു കൊടുക്കുന്ന അയാൾക്ക് ജയിലിൽ കിടക്കുന്ന യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ബഅദ ഉമ്മത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട ഒരു കാലയളവിന് ശേഷം എന്നർത്ഥം. മീൻസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഒരു കാലമില്ലാതെ വീണ്ടും യൂസുഫ് അലൈഹിസ്സലാം 2 വർഷം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നു. അതേസമയം ഇയാൾ നേരത്തെ ഓർത്തിരുന്നെങ്കിൽ 2 വർഷം മുമ്പേ യൂസുഫ് അലൈഹിസ്സലാമിന് ജയിലിൽ നിന്ന് ഇറങ്ങാമായിരുന്നു. അപ്പം ഇയാൾ രാജാവിനോടും പ്രധാനികളോടും പറഞ്ഞു, അന ഉനബ്ബിഉകും ബിതഅവീലിഹി ഫാർസിലു, നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എന്നെ ജയിലിലേക്ക് പറഞ്ഞേക്ക്. ജയിലിൽ എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയുന്ന ഒരാളെ പരിചയമുണ്ട്, ഞാൻ അയാളുടെ അടുക്കൽ പോയി ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മറുപടി പറഞ്ഞുതരാം. അങ്ങനെ ഇയാൾ ഈ മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആൾ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ പോവുകയാണ്.
46 യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറച്ച് സോപ്പിടുക, എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയുക, അതൊന്നും ചെയ്യുന്നില്ല. നേരെ പോയിട്ട് എന്താ പറയുന്നത്, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അല്ലയോ സത്യസന്ധനായ യൂസുഫെ, അഫ്തിന ഞങ്ങൾക്ക് പറഞ്ഞു തരും, ഫി സബഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബഉന ഇജാഫ വസബഇ സുംബുലാത്തിൻ ഖുദരി വഉഖറ യാബിസാത്ത്. രാജാവ് ഇതൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ വീങ്ങുന്നു, 7 പച്ച കതിർമണികളും 7 ഉണങ്ങിയ കതിർമണികളെയും കണ്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലഅല്ലി അർജു ഇലന്നാസ് ലഅല്ലഹും യഅലമൂൻ. നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് രാജാവിനോടും രാജാവിൻ്റെ രാജസദസ്സിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജിബ്തു ലിസബ്രി അഖി യൂസുഫ് വകറമിഹി. എൻ്റെ സഹോദരനായ യൂസുഫ് നബിയുടെ ക്ഷമയും അദ്ദേഹത്തിൻ്റെ മാന്യതയുടെ പേരിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ അത്? വല്ലാഹു യഗ്ഫിറു ലഹു ഹൈസു ഉർസില വഅജിബ്തു ലിസബ്രിഹി വകറമിഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വല്ലാഹു യഗ്ഫിറു ലഹു ഹൈസു ഉർസില ഇലൈഹി ലിയുസ്തഫ്ത ഫിർ റുയ വലൗ കുൻതു അന ലം അഫ്അൽ ഹത്താ ഖുർജ്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ പോയിട്ട് ഇയാൾ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു ചോദിച്ച സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം ഇയാളെന്ത് ചീത്ത പറഞ്ഞോ? നീ എന്ത് പടിയാ കടിച്ച്? 2 വർഷം മുമ്പല്ലേ നീ എൻ്റെ അടുക്കൽ നിന്ന് പോയത്? നിന്നോട് ഞാൻ എന്താ പറഞ്ഞേൽപ്പിച്ചത്? പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ രാജാവിനോട് സംസാരിച്ച് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു പറഞ്ഞില്ലേ? പിന്നെ നീ വൈക്ക് വന്നോ? എൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചോ? നീ എന്നെക്കുറിച്ച് ചിന്തിക്കെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചോ? ഇല്ല, അത് ചോദിച്ചില്ല. എൻ്റെ തൊട്ടടുത്ത ആയത്തിൽ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി പറയുക ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമല്ലേ, അത് ഞാൻ പറഞ്ഞു തരാൻ എനിക്ക് സൗകര്യമില്ല, ആദ്യം എന്നെ ജയിലിൽ നിറക്ക്, എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയും പറഞ്ഞില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാനായിരുന്നു യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്തിലേക്ക് ഞാൻ പോലും പറയുമായിരുന്നു, ആദ്യം എന്നെ ജയിലിൽ ഇറക്ക്, എന്നിട്ട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുതരാം. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സംഭവത്തിന് ശേഷം യൂസുഫ് അലൈഹി ഇസ്ലാം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് യൂസുഫ് അലൈഹി ഇസ്ലാമിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോൾ പോലും യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. കണ്ടിന്യൂ ഏകദേശം 10 വർഷത്തോളം നിരപരാധിയായി ജയിലിൽ കിടന്നു. യൂസുഫ് അലൈഹി ഇസ്ലാം രാജാവിനോട് ഡിമാൻഡ് പറഞ്ഞു, എന്താ? എന്നെ കുറ്റക്കാരനാക്കി ചെയ്യാത്ത വ്യഭിചാര ബന്ധം ആരോപിച്ചിട്ടാണ് എന്നെ ജയിലിലിട്ടത്. ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ അന്വേഷിച്ച് തെളിയിക്കുക. അങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ മാത്രം ഞാൻ പുറത്തിറങ്ങും. കേസന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കുറ്റം യൂസുഫ് അലൈഹി സ്വലാം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു. അതിൻ്റെ പേരിൽ പൂർണ്ണനായിട്ടുള്ള ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ നിന്ന് പുറത്തു വന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹു യഗ്ഫിറു ലഹു ഉതിയ യഖ്റുജ ഫലം യഖ്റുജ് ഹത്താ അഖ്ബറഹും ബിഉദ്രിഹി വലൗ കുൻതു അന ലബാദറത്തുൽ ബാബ്. ജയിലിൽ നിന്ന് ഇറങ്ങ് എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഓടിപ്പിടിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയാണ്. റസൂലുള്ള പറയാണ്. അള്ളാഹു നബി തങ്ങളുടെ തവാദും കൂടിയാണ്. നബി തങ്ങളുടെ വിനയത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നോടാണ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞെങ്കിൽ ഞാൻ പെട്ടെന്ന് ചാടിപ്പിടിച്ച് ഇറങ്ങിയാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ പേരിൽ വീണ്ടും ജയിലിൽ കിടന്നു. ആദ്യം എൻ്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ, എന്നിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്, ജീവിത മാതൃകകളാണ്. ഇത്തരം നമ്മൾ ആരോപണ വിധേയരാകുന്ന പല ഘട്ടങ്ങളുണ്ടാവില്ല. നമ്മൾ എടുക്കാത്തൊരു പൈസ നമ്മൾ എടുത്തു എന്ന് പറയുന്ന ആരോപണ വിധേയരാകുന്ന സമയം, അത്തരം സാഹചര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട ക്ഷമയുടെയൊക്കെ ഏറ്റവും വലിയ മാതൃകയിലൊന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ സംഭവം. നബിതങ്ങൾ വീണ്ടും പറയാണ്, വലൗലൽ കലിമത്തു ലമാ ലബിസ ഫിസ്സിജ്നി ഹൈസു യബ്തഗിൽ ഫറജ മിൻ ഇൻദി ഗൈരില്ലാഹി അസ്സ വജല്ല. യൂസുഫ് അലൈഹി ഇസ്ലാം ഇത്രയും അധിക കാലം ജയിലിൽ കടന്നു പോയതിൻ്റെ ഒരൊറ്റ കാരണം അദ്ദേഹം തൻ്റെ പ്രശ്നം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാതെ ഈ മനുഷ്യനായ ആളോട് പങ്കുവെച്ചു എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന് കുറച്ച് അധിക കാലം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നത്. അധിക കാലം കഴിയേണ്ടത് 2 എക്സ്ട്രാ വർഷം കൂടുതൽ കഴിയേണ്ടി വന്നത് അതിൻ്റെ പേരിലാണ്. തുടർന്നുള്ള ആയത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം എന്താണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും ആയത്ത് നമ്പർ 47 മുതലുള്ള ആയത്തുകളെക്കുറിച്ചും സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടതുമായ